അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ തുർക്കി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇനി റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ മസ്കറ്റിൽ നിന്ന് നാളെ പുലർച്ചെ 4:35 ഫ്ലൈറ്റ് ഡയറക്റ്റ് ടു ഇസ്താംബുൾ. അങ്ങനെ നമ്മൾ മസ്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. മസ്കറ്റിൽ നിന്ന് അൻവർ ഭായിനെ പിക്ക് ചെയ്ത് കണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുള്ളി നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തന്നു. എയർപോർട്ടിൽ നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് ബോർഡിങ്ങിന് ഇപ്പോൾ വിളിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ പോകുന്നത് പെഗാസസിൻ്റെ ഫ്ലൈറ്റിലാണ്. പെഗാസസ് തുർക്കിയുടെ ബഡ്ജറ്റ് എയർലൈൻ ആണ്. നല്ലൊരു ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മൾ കയറി ഉടനെ ഞാൻ ഉറങ്ങി. പിന്നെ നമ്മൾ ഇസ്താംബുളിൻ്റെ മുകളിലെത്തുമ്പോഴാണ് ഉണരുന്നത്. പെഗാസസിൻ്റെ ഫ്ലൈറ്റ് എല്ലാം പോകുന്നത് സബീഹ എയർപോർട്ടിലാണ്. സബീഹ എയർപോർട്ടിൽ പെഗാസസിൻ്റെ ഹബ്ബാണ്. എല്ലാ ഫ്ലൈറ്റുകളും വന്നിറങ്ങുന്നത് ഇവിടെയാണ്. പക്ഷേ എന്നാലും ആ തിരക്കൊന്നും ഞങ്ങൾക്ക് എമിഗ്രേഷനിൽ ഫീൽ ചെയ്തില്ല. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് റമി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇസ്താംബുൾ സബീഹ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 11 മണിയായി സമയം. പിന്നെ അതേപോലെ കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്യണ്ടായിരുന്നു. ഒമാനിന് കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. പക്ഷേ അതിനേക്കാളും കൂടുതൽ റേറ്റിൽ നമുക്ക് ഇവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ നല്ല റേറ്റിന് കിട്ടി. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി പൈസ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്തു. ഇനി ഏതായാലും നമ്മൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. ഇസ്താംബുളിന്റെ 2 എയർപോർട്ടിലും മെട്രോ ആക്സസ് ഉണ്ട്. നമ്മൾ മെട്രോ വഴിയാണ് റൂമിലേക്ക് പോകുന്നത്. മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് ഇസ്താംബുൾ കാർഡ് എന്ന് പറഞ്ഞ ഒരു കാർഡ് എടുക്കാനുണ്ട്. അപ്പോൾ ആ കാർഡ് എടുത്താലാണ് നമുക്ക് മെട്രോയിലും ഫെറിയിലൊക്കെ കയറാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾ ഇസ്താംബുളിൽ നിന്ന് മെട്രോ കയറാൻ പോവാണ്. അപ്പോൾ ഇനി ഈ മെട്രോയിൽ കയറിയിട്ട് ഞങ്ങൾ കഡിക്കോയ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. കഡിക്കോയ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മെട്രോയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. റൂം പോകാൻ എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല. ഫെറി പോകാൻ പറഞ്ഞ ഒരാളോട് ചോദിച്ചു. മെട്രോ കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട് ആയി. കഡിക്കോയ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ കയറാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ ഞങ്ങൾ വെയിൽ വീണ്ടും തട്ടി ഫുൾ എയർപോർട്ടിൽ നിന്ന് ഫുള്ള് അണ്ടർഗ്രൗണ്ട് മെട്രോ ആയി. വി ആർ അറ്റ് ഇസ്താംബുൾ. ഇസ്താംബുളിൽ ഞങ്ങൾ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ഈ നീല നിറത്തിൽ തിളങ്ങിങ്ങനെ നിൽക്കുന്ന ഈ കടലാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ആകെ അങ്ങോട്ട് എക്സൈറ്റഡ് ആയി. വന്ന് ഇവിടെ എന്താ പറയാ കഡിക്കോയ് ഫെറിയിലെത്തി. ഏതായാലും ഇനി ഞങ്ങൾക്ക് സുൽത്താനാമതിൽ പോകണം. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് എമിനോനു എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഫെറി പിടിക്കാനുള്ളത്. അപ്പോൾ ആ ഫെറിക്ക് ഞങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇസ്താംബുളിൽ എത്തിയിട്ട് ഞങ്ങളെ ആദ്യത്തെ ഒരു ആക്ടിവിറ്റി അല്ല, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫെറി എന്നുള്ളത്. അപ്പം ഇസ്താംബുൾ കാർഡ് വെച്ചിട്ട് തന്നെയാണ് ഫെറിയിലേക്കുള്ള ടിക്കറ്റിന്റെ എൻട്രൻസ്. ഈ ഫെറിയിൽ 3 നിലയുണ്ട്. ആദ്യത്തെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ, പിന്നെ അതിന് മുകളിൽ ഒരു നില, അതിന് മുകളിൽ റൂഫ് ടോപ്പ്. ഈ റൂഫ് ടോപ്പിലാട്ടോ ഞങ്ങൾ ഇരുന്നത്. നല്ല അടിപൊളി കാറ്റാട്ടോ. കാറ്റ് എത്രത്തോളം ഉണ്ടെന്ന് റമീനെ കണ്ട, റമീന്റെ ഷാളും ഈ പുറത്തിരിക്കുന്ന ആളുടെ മുടിയൊക്കെ കണ്ടാൽ മനസ്സിലാവും. അടിപൊളി കാറ്റ്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ മാക്സിമം കാഴ്ചകളൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചിട്ട് തന്നെയാണ് യാത്ര ചെയ്തത്. കഡിക്കോയിൽ നിന്ന് എമിനോനുവിലേക്ക് 1/2 മണിക്കൂർ യാത്രയാണുള്ളത്. അതിൻ്റെ ഇടയിൽ കരക്കോയ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു സ്റ്റോപ്പ് ഉണ്ട്. അങ്ങനെ കൃത്യം 1:30 ആയപ്പോൾ നമ്മൾ എമിനോനുവിൽ വന്നിറങ്ങി. അപ്പൊ നടന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കണം. പുറത്ത് ട്രാം ഉണ്ട്. ആൾക്കാർ പോകുന്ന സ്ട്രീറ്റ് ബിസി സ്ട്രീറ്റ് ആണ്. അപ്പൊ ഞാനൊരു ഫിഷ് റാപ്പ് പറഞ്ഞു, റമി ഒരു ചിക്കൻ ഡോണർ പറഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഫുഡാണ് തുർക്കിയിലെത്തിയിട്ട്. ജസ്റ്റ് ഒന്ന് വഴിയിൽ നിന്ന് കണ്ട് നല്ല വിശക്കുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തല്ലേ. വഴിയിൽ നിന്ന് കണ്ട റെസ്റ്റോറന്റിൽ കയറി. അപ്പോൾ ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ പരിപാടികളൊക്കെ കിടക്കണം, ചാർജ് ചെയ്യണം. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളെ പ്രധാന ലക്ഷ്യം എങ്ങനെയെങ്കിലും റൂമിലെത്തുക എന്നുള്ളതാണ്. റൂമിലെത്തണമെങ്കിൽ നമുക്ക് വഴി അറിയണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നോക്കണമെങ്കിൽ ഇന്റർനെറ്റ് വേണം. ഇന്റർനെറ്റിന് സിമ്മ് വേണം. അപ്പം ഞങ്ങൾ ആദ്യ ലക്ഷ്യം ഒരു മൊബൈൽ കട തപ്പിയിട്ട് അവിടുന്ന് ഒരു സിമ്മ് വാങ്ങണം. തുർക്കിയിൽ ഇ സിമ്മ് കിട്ടും, അതല്ലാതെ ഫിസിക്കൽ സിമ്മും കിട്ടും. ഫിസിക്കൽ സിം എടുക്കുന്നതാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇ സിമ്മില് കോളിംഗ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും ഞങ്ങൾ ഫിസിക്കൽ സിമ്മാണ് എടുത്തത്. പക്ഷെ ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഫിക്സ്ഡ് പാക്കേജുകളൊന്നും അല്ല കേട്ടോ. തോന്നിയ റേറ്റ് ആണ്. ചിലയിടത്ത് 2000 ലിറ തരും, ചിലയിടത്ത് 1000 ലിറ പറയും, ചിലയിടത്ത് അങ്ങനെ അവർക്ക് തോന്നിയ റേറ്റ് ആണ്. ഞങ്ങൾ ഏതായാലും 50 GB എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് 2000 ലിറയാണ്. പക്ഷെ കടക്കാരൻ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞ 2000 ലിറക്ക് അയാള് 100 GB നമുക്ക് റീചാർജ് ചെയ്ത് തന്നു കേട്ടോ. സിം എടുത്തതിന് ശേഷം റൂമിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള വഴി കണ്ടുപിടിച്ചു. ബസ്സിലാണ് പോകേണ്ടത്. അപ്പോൾ ഒറ്റ ബസ് കയറിയാൽ മതി. ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാട്ടോ. നല്ല കടൽ തീരത്തോട് ചേർന്നാണ് പോകുന്നത്. ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് ബസ് യാത്രയേ ഉള്ളൂ കേട്ടോ. 5 മിനിറ്റ് ബസ്സിൽ പോയാൽ പിന്നെ ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ നടന്നാൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ റോസ് ബൊക്കറ്റ്സിലെത്തി.
ഹോട്ടൽ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് അവർ റെഡി ആയിരുന്നു നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ. അവർ റൂമൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തന്നു. ചെറിയൊരു ഹോട്ടലാണ്, പക്ഷെ ലിഫ്റ്റ് ഇല്ല. നല്ല പിരിയൻ കോമണിയൊക്കെ കയറിയിട്ട് വേണം റൂമിലേക്ക് എത്താൻ. ശ്രദ്ധിച്ചിട്ട് വേണം റൂമിലേക്ക് പോകാൻ. ഞങ്ങൾ റൂമിൽ പോവാണ്. രമ്യ, റൂം അങ്ങനെ ഉണ്ട്? ചെറുതാണെങ്കിലും നല്ല വൃത്തിയുണ്ട്, നീറ്റാണ്. നല്ലൊരു ഏരിയ കേട്ടോ. പുറത്ത് എല്ലാ സൗകര്യവും ഉണ്ട്. ആവശ്യമുള്ളൊക്കെ ഉണ്ട് ഇവിടെ. ഡ്രസ്സൊക്കെ അലക്കിടാനുള്ളതും കോഫി മേക്കറും കോഫിയും ചെറിയൊരു ഫ്രിഡ്ജ് ടീയും ഇവിടെ ഹെയർ ഡ്രയറും. ചെറിയൊരു വ്യൂ, പുറത്തുള്ള വ്യൂ. നടുവ് തന്നെ ഒരു മരം ഉണ്ട്. കിടിലം വ്യൂ. ആൾക്കാരൊക്കെ ഒന്ന് ഇറങ്ങുന്നുണ്ട്. ആദ്യത്തെ ദിവസം ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എടുക്കാണ് രമ്യ, ബ്ലൂ മോസ്ക്. ബ്ലൂ മോസ്ക്. ഇവിടെ ഇവിടെ റോഡിലൊക്കെ നിറച്ച് വണ്ടികളാണ്. കയറ്റും ഇറക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതാ വരുന്ന ഒരു വണ്ടി ഇങ്ങോട്ട്. നല്ല എന്താ പറയാ, ഇന്റർലോക്ക് ഒക്കെ ഇട്ട സ്ട്രീറ്റ് ആണ്. നല്ല വൃത്തിയുണ്ട്. പൂച്ചകൾ ഒരുപാടുണ്ട്, ഒരുപാട് പൂച്ചകളുണ്ട്. എന്താണ് ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴേ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ബ്ലൂ മോസ്ക് ആണ് തോന്നുന്നുണ്ട്. ഒരു മിനാർ അങ്ങനെ കണ്ടു. ഭയങ്കര കൺസ്ട്രക്ഷൻ, ഭയങ്കര വലുപ്പം. അപ്പൊ തന്നെ റമിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. എങ്ങോട്ട് നോക്കിയാലും ഭയങ്കര ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ട്രീറ്റുകളൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഹിപ്പോഡ്രോമിലെത്തി. ഹിപ്പോഡ്രോം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് കുതിരയോട്ടവും മറ്റു പൊതുപരിപാടികളും നടന്നിരുന്നൊരു സ്ഥലമാണ് ഹിപ്പോഡ്രോം. ഇന്നിപ്പോ ഈ സ്ഥലം അറിയപ്പെടുന്നത് സുൽത്താൻ അഹമ്മദ് സ്ക്വയർ എന്നുള്ള ഒരു പേരിലാണ്. ഇതിനോട് തൊട്ട് ചാരിയിട്ടാണ് ബ്ലൂ മോസ്കും ഹഗിയ സോഫിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യുന്നത് ബ്ലൂ മോസ്ക് ആണ്. ഏകദേശം 400ഓളം വർഷങ്ങൾക്ക് മുമ്പ് 1616 ഈ ബ്ലൂ മോസ്ക്, ആ ഒരു സമയത്താണ് ഈ ബ്ലൂ മോസ്കിന്റെ പണി നടന്നുകൊണ്ടിരുന്നത്. ഇതൊരു ഒട്ടോമൻ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചൊരു നിർമ്മിതിയാണ്. ഇതിന് 6 മിനാരങ്ങളുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ ഭാഗത്ത് ഒരു ഡോം, പിന്നെ അതിന്റെ ചുറ്റിലും 4 സെമി ഡോമുകള്, അതിന്റെ ചുറ്റിലും വേറെ ചെറിയ ചെറിയ ഡോമുകള്. അങ്ങനെ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ വണ്ടർ ആണ് ഈ ബ്ലൂ മോസ്ക് എന്നുള്ളത്. ഇതിന്റെ ഉൾവശത്ത് ഏകദേശം 20,000ഓളം ബ്ലൂ കളറിലുള്ള ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള ടൈൽസുകൾ പതിച്ചത്. അതുകൊണ്ടാണ് ഇതിന് ബ്ലൂ മോസ്ക് എന്നുള്ള പേര് വന്നത്. 1985 യുനെസ്കോ ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടും പ്രഖ്യാപിച്ചു. ഇതിന്റെ ഉള്ളിൽ എന്നല്ല, തുർക്കിയിലെ ഒട്ടുമിക്ക പള്ളികളുടെ ഉള്ളിലും ഷാൻലിയറുകൾ, അവിടുത്തെ പ്രധാനപ്പെട്ട ലൈറ്റ് ഇങ്ങനെ താഴ്ത്തി കെട്ടിയിട്ടാണ് ഉണ്ടാവുക. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് അവരുടെ ഒരു ട്രഡീഷൻ ആണ്. കാരണം എന്താ വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഈ ഇലക്ട്രിക് ലൈറ്റ് ഒക്കെ വരുന്നതിന് മുന്നേ ലൈറ്റ് മെഴുകുതിരിയോ മറ്റോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ കത്തിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഈ സ്ഥലത്ത് വെക്കുക ചെയ്യാം. അപ്പൊ അതിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനത്തെ ലൈറ്റുകൾ താഴ്ത്തി കെട്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അതിനുശേഷം അത് അവിടുത്തെ ഒരു ട്രഡീഷൻ ആയിട്ട് മാറിയതുകൊണ്ട് ഇപ്പോഴും അതേ രീതി പിന്തുടരുന്നു പോരുന്നു. മറ്റൊരു ട്രഡീഷൻ എന്താണെന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കുന്ന മുഅസ്സിനുള്ള ഒരു പ്രത്യേക ഏരിയ. ഇവിടെ വെച്ചിട്ടാണ് മുഅസ്സിൻ ബാങ്ക് കൊടുക്കുക. പുള്ളി ഇവിടെ തന്നെയാണ് നിസ്കരിക്കുക. ഇവിടെ ബാക്കിയുള്ളവർക്കും കയറാം, ബാക്കിയുള്ളവർക്ക് നിസ്കരിക്കാം. അതിനൊന്നും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇവിടെ ഷൂ ഇടാൻ പറ്റില്ലെങ്കിലും പെണ്ണുങ്ങൾ തല മറക്കണം കേട്ടോ. അതേപോലെ തന്നെ ആണുങ്ങൾക്ക് മുട്ടിന് താഴെയുള്ള ഡ്രസ്സൊക്കെ. ഇയാള് ട്രൗസർ ഇട്ടുകൊണ്ട് വന്നതാണ്. ഇയാളെ കൊണ്ട് ഇവിടെ ഒരു പാവാട എടുപ്പിച്ചു. ബ്ലൂ മോസ്ക് കണ്ടിറങ്ങിയപ്പോ ഇതാ ഞങ്ങളെ മുന്നിൽ നേരെ കാണുന്നു ഹഗിയ സോഫിയ. എന്താണ്? വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു റെനോവേഷൻ ആണ്. ഇതാണ് ഇവിടെ ഒളെടുക്കുന്ന സ്ഥലം. പള്ളിയാണ്, പള്ളിയിലേക്ക് ഒളെടുക്കുന്ന സ്ഥലമാണ്. ആൾക്കാർ ഇവിടെ ഒളെടുക്കുന്ന ആൾക്കാരുണ്ട്. സോഫിയ മാത്രമല്ല, ബ്ലൂ മോസ്കിന്റെ പല ഭാഗങ്ങളും അണ്ടർ റിനോവേഷൻ ആണ് കേട്ടോ. ബ്ലൂ മോസ്കിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഹഗിയ സോഫിയ. അതിപ്പോ ഞങ്ങളെ കൺമുന്നിലുണ്ട്. പക്ഷെ ഇതിന്റെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോ ഏകദേശം 6:30 നേരം. നല്ല വെയിലുണ്ട്. ഇതിന്റെ ചുറ്റുവട്ടത്തും നല്ല രസമുണ്ട്. ബ്ലൂ മോസ്ക് കണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് ഒരാൾ നമ്മളെ ബോസ്ഫറസ് ക്രൂയിസിന് ക്യാൻവാസ് ചെയ്തത്. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും പ്ലാനിലില്ലാത്തതുകൊണ്ട് അതിന് കയറാൻ ബുക്ക് ചെയ്തു. അപ്പൊ ഞങ്ങള് 7 മണിക്ക് ഇനി എന്താണ് ബോസ്ഫറസ് ക്രൂയിസ് ഉണ്ട്. ഒരാൾക്ക് 800 രൂപ വെച്ച് 800 ലിറ വെച്ചിട്ട് 1600 ആണ്. ഒരു 10 മിനിറ്റും കൂടെ സമയമുണ്ട്, 5 മിനിറ്റും കൂടെ സമയമുണ്ട്. ഹംഗ്രി ഡോണർ ഡോണർ അങ്ങോട്ട്. പക്ഷെ വിശക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് കയറാം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമെന്ന് നോക്കട്ടെ. കോബിൾ സ്റ്റോൺ ഒക്കെ ഇതൊരു ട്രാമിന്റെ വഴിയാട്ടോ. ഇതിൽ കൂടെ എങ്ങനെ ട്രാം പോവാ. ആദ്യം റെക്കമെൻഡ് ചെയ്ത സാധനമാണ് ഇസ്ലാക്ക് ഹാംബർഗർ. ഇവിടുത്തെ പ്രധാന ഐറ്റം ആണെന്നാണ്. വാങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് നോക്കാം. അങ്ങനെ ബർഗറും കഴിച്ചൊരു ജ്യൂസും കുടിച്ചപ്പോൾ തന്നെ ബോസ്ഫറസ് ക്രൂയിസിന് പോകാനുള്ള ടൈം ആയിട്ട് എല്ലാവരും അവിടെ ഉണ്ട്. ഞങ്ങൾ പോവാണ്.
അങ്ങനെ മുന്നിൽ പോണ മഞ്ഞക്കുട പിടിച്ച ചെങ്ങായിയാണ് ഞങ്ങളെ ഗൈഡ്. ഇനി ഞങ്ങൾ ക്രൂയിസിൽ കയറാൻ പോവാണ്. അടുത്ത 2 മണിക്കൂർ നമ്മൾ ബോസ്ഫറസിലൂടെ അങ്ങനെ യാത്ര ചെയ്യാൻ പോവാണ് കേട്ടോ. ബോസ്ഫറസിലൂടെ പല ടൈപ്പ് യാത്ര ഉണ്ട്. ഈ പ്രധാനമായിട്ടുള്ള 2 ടൈപ്പ് എന്താ വെച്ചാൽ, ഒന്ന് സാധാരണ ക്രൂയിസും മറ്റേതൊന്ന് ഡിന്നർ ക്രൂയിസും ആണ്. നമ്മൾ ഡിന്നർ ക്രൂയിസ് ചൂസ് ചെയ്തില്ല. ഡിന്നർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അപ്പം നമ്മൾ കാഴ്ചകൾ കാണാനാണ് നമുക്ക് പ്രധാനമായിട്ടും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രൂയിസ് മാത്രം ചൂസ് ചെയ്തോളൂ. Carefully chosen. On one side lies the Bosphorus, and on the other side the Golden Horn and the Sea of Marmara. This strategic position. ഇതിലൊരു ഗൈഡ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ല കേട്ടോ. ഇതിൽ ആൾറെഡി ഓഡിയോ ഗൈഡ് ഉണ്ട്. അത് 5 ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇംഗ്ലീഷിൽ വരും. നമുക്ക് ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അതെന്താണ് അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാം. സമയം ഇപ്പൊ 7:40. സൂര്യൻ നോക്കി നല്ല അട്ടുച്ചമായി. വൈകുന്നേരം ഒരു ഈവനിങ് ക്രൂയിസ്, നൈറ്റ് ക്രൂയിസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് 2 വ്യൂവും കിട്ടും. സൂര്യപ്രകാശത്തിലുള്ളതും കിട്ടും, ലൈറ്റിംഗ് ഉള്ള വ്യൂവും കിട്ടും. മാത്രമല്ല നമ്മൾ പോകുമ്പോൾ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ലാൻഡ് മാർക്സും ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ ലൊക്കേഷൻ മനസ്സിലാവും. ടോപ്കാപ്പി പാലസ്, ഡോൾമബാഷ പാലസ്, പിന്നെ അതേപോലെ ഗലാട്ട പോർട്ട്, മെയ്ഡൻസ് ടവർ, ഇങ്ങനത്തെ കുറേ ലാൻഡ് മാർക്കുകൾ നമ്മളെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകട്ടോ. ഇതൊരു വലിയ ലക്ഷറി ക്രൂയിസ് ഷിപ്പ് ഈ ഇസ്താംബുളിൽ ടൂറിസ്റ്റുകളെയും കൊണ്ടുവന്നിട്ട് ഇവിടെ ഇസ്താംബുൾ പോർട്ടിൽ ഇങ്ങനെ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഡോൾമബാഷ പാലസ്. തുർക്കിയിലെ തന്നെ ഏറ്റവും വലിയ കൊട്ടാരമാണത്. 1850-കളായിരുന്നു ഇതിന്റെ നിർമ്മാണം നടന്നത്. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അവരുടെ ഒരു ഔദ്യോഗിക വസതിയായിട്ട് ഇത് നിലനിർത്തി പോന്നു. 1924 തുർക്കി റിപ്പബ്ലിക് ആയപ്പോൾ മുസ്തഫ കമാൽ അറ്റാതുർക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായിട്ട് ഇത് സ്വീകരിച്ചു. ബോസ്ഫറസിന്റെ 2 ഭാഗത്തും നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഉണ്ട് കേട്ടോ. പള്ളികള്, കൊട്ടാരങ്ങള്, യൂണിവേഴ്സിറ്റികളും ഒക്കെ ആയിട്ട്. മാത്രമല്ല ലോകത്തിലെ വലിയ വലിയ പണക്കാരുടെ പ്രൈവറ്റ് വില്ലകൾ വരെ ഈ ഇസ്താംബുളില് ഈ ബോസ്ഫറസിന്റെ 2 ഭാഗത്തായിട്ടുണ്ട്. ആകാശത്തൊരു ഹെലികോപ്റ്റർ, അതിന് താഴെ ഒരു ബ്രിഡ്ജ്. ആഹാ, ബ്യൂട്ടിഫുൾ. എന്താ സൂര്യനെ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ നല്ല കാറ്റടിച്ച് കണ്ട് നല്ല തണുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം പിന്നെ എന്താ പറയാ, മെല്ലെ ഇങ്ങനെ ആൾക്കാരൊക്കെ വലിഞ്ഞ് അപ്പർ ഡെക്കിൽ നിന്ന് നേരെ താഴേക്ക് പോലെ തുടങ്ങി തണുത്തോണ്ട്. പക്ഷെ നമ്മൾ മുകളിൽ തന്നെ നിന്നു. മാത്രമല്ല നമുക്ക് ഒട്ടും ബോറടിച്ചില്ല കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരുന്നു. യൂനുസ്. ആ ഓക്കെ. ഈ സാധനം നിയന്ത്രിക്കണ ക്യാപ്റ്റന്റെ ഡെക്കിലാണ്. ദിസ് ഇസ് ബ്ലൂ മോസ്ക്. ഇന്ന് നമ്മൾ പോയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ മോസ്കിന്റെ മുകളിൽ മുഹമ്മദ് റസൂൽ എന്നാണ് ഇരിക്കുന്നത്. അങ്ങനെ ബോസ്ഫറസ് ക്രൂയിസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് പല പല സ്ട്രീറ്റുകളിലൂടെ ഒക്കെ കയറി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പം ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി. ഇവിടെ റോട്ടിൻ്റെ സൈഡിൽ തന്നെയാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ബിൽഡിങ്. റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. എന്തൊക്കെയാണ് എൻ്റെ എന്താ സാധനം? ചിക്കൻ ഷീഷ്. ഇതെന്താണ്? എന്തൊരു കബാബാണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത മീറ്റ് കബാബും ചിക്കൻ ഷീഷും വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടാക്കുമോ ഫുഡ്? ഫുള്ള് പൂച്ചാളാട്ടോ. വേണ്ട, ആ വാലാട്ടം നോക്കിയാ. ആ ഫുഡ് കഴിച്ചതിന് ശേഷം 2 ബക്ലാവ് ഉണ്ടെന്നാണ്, ഫ്രീ ആണെന്നാ പറഞ്ഞത്. കഴിച്ചോക്കെ എങ്ങനെ ഉണ്ടാവോ? മധുരം ശരിക്കും
ആ ബക്ലാവ മധുരം. ഭയങ്കര എരിവുള്ള ബക്കലാവ് കഴിക്കുന്നുണ്ട് ഒരാള്. ഓള് ഞാൻ എടുത്തപ്പോ ഓള് ഇന്നെ കളിയാക്കുന്നില്ല, ഇട്ടതാണ്. ലൈവായിട്ട് വീഡിയോ കുടുങ്ങി. അങ്ങനെ ഞങ്ങള് ഡിന്നർ കഴിച്ച് ഞങ്ങളെ ഹോട്ടലിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അയ്യോ, ഇതാണ് ഞങ്ങളെ ഹോട്ടല്. ഇവിടെ നല്ല വൈബ്രൻ്റ് ആണ്, ഭയങ്കര ലൈവാണ് നൈറ്റ്.